ലക്ഷ്മിപ്രിയ വന്നാൽ അമ്മ സംഘടനയിൽ കൊലപാതകം നടക്കും. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പഴയ നടി ഉഷ, അതായത് കിരീടം സിനിമയിലെ മോഹൻലാലിൻ്റെ പെങ്ങളില്ലേ, ആ ഉഷ, അവർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിനകത്ത് ലക്ഷ്മിപ്രിയയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചത്താൽ കൂടി ലക്ഷ്മിപ്രിയയെ അമ്മ സംഘടനയിൽ എടുക്കത്തില്ല, അവൾ വന്നാൽ അമ്മ സംഘടനയിൽ കൊലപാതകം നടക്കും എന്നാണ് ഉഷ പറയുന്നത്. പിഷാരടി അടങ്ങുന്ന അഡ്ഹോക്ക് കമ്മിറ്റി വന്നപ്പോൾ പിഷാരടി പറഞ്ഞത് ഇപ്പോൾ രാജിവെച്ച് പോയവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരും എന്നാണല്ലോ. അതുപോലെ ലക്ഷ്മിപ്രിയയും ഏതോ ഒരു മീഡിയയിൽ വന്ന് നമ്മളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ചർച്ച നടക്കുന്നു, മോഹൻലാൽ അടക്കമുള്ള നടന്മാർ വന്ന് വിളിക്കട്ടെ, ഞാൻ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഉഷ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, അങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് അതിജീവിതയല്ലേ. അതുപോലെ ഇപ്പോൾ രാജിവെച്ച് പോയവർക്ക് മുമ്പ് രാജിവെച്ച് പോയവരും ഉണ്ടല്ലോ, അവരെ അല്ലയോ ആദ്യം കൊണ്ടുവരേണ്ടത്. അത് ശരിയല്ലയോ? ഒരു സംഘടനയിൽ രണ്ട് നീതി പാടില്ലല്ലോ. അതായത് ഒരു പന്തിയിൽ രണ്ട് സദ്യ വിളമ്പുന്നത് പോലെ ആകില്ലേ അത്. അതുപോലെ ലക്ഷ്മിപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ അമ്മ സംഘടനയിലെ ആരും സമ്മതിക്കില്ല. അവർ തിരിച്ചു വന്നാൽ അവിടെ കൊലപാതകം നടക്കുമെന്നാണ് ഉഷ പറയുന്നത്. എല്ലാവരുമായി സംസാരിച്ചപ്പോൾ അവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കും ലക്ഷ്മിപ്രിയയെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല എന്നതാണ്. എല്ലാവരും ശക്തമായി എതിർക്കും എന്നാണ് ഉഷ പറയുന്നത്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അമ്മാതിരിയാണല്ലോ അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടിയത്. അമ്മ സംഘടനയിൽ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹങ്കാരം ലക്ഷ്മിപ്രിയയ്ക്ക് വന്നു. അതിൽ നിന്നുള്ള കോപ്രായങ്ങളായി കാണിച്ചു കൂട്ടിയതല്ല, കുറേ അമ്മ സംഘടനയിൽ നിന്ന് കൈയിട്ട് വാരിയതല്ലേ. അതായത് ഒരു സ്പോൺസറിനെ കൊണ്ടുവന്നാൽ കൊണ്ടുവരുന്ന ആളിന് 20% കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ 10 മാസ കാലയളവിൽ എത്ര രൂപ ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർ അടിച്ചു മാറ്റി കാണും. ഇനി അത് നടത്താൻ അവർ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ലക്ഷ്മിപ്രിയ ഇതിനു മുമ്പ് താൻ ഡിവോഴ്സാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ഭർത്താവ് എന്ന് പറയുന്ന ആൾ എൻ്റെ ദൈവമാണ് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസിലും നമ്മൾ കുറേ കേട്ടത് അതൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ലക്ഷ്മിപ്രിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് താൻ ഡിവോഴ്സാകാൻ പോകുന്നു എന്നും പറഞ്ഞു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് 2 മണിക്കൂറിന് ശേഷം ഡിലീറ്റ് ചെയ്തു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജീവിതം 40കളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ്. ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല. ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എവിടെയോ നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ്, എല്ലാം എൻ്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വെച്ചാൽ ചേരാത്ത ജീവിതം അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആരംഭത്തിനൊരു അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ സമയമായിരിക്കുന്നു. ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതെ ഇരിക്കുക. ആ ഇമോഷണൽ ബോണ്ട് ഇല്ലാതായിരിക്കുന്നു. അത് മാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത, മകൾ, ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിൽ ഈ പോസ്റ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴത്തെ ഒരു ഇതിലിട്ടതാണ്. അന്ന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, ഞങ്ങൾ 1 മാസത്തോളം പിണങ്ങിയിരുന്നു, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇട്ടതാണെന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്.
ഇതെന്തോ 1 മാസം പിണങ്ങിയിരുന്നാൽ ഡിവോഴ്സ് ആകുമോ? എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പോസ്റ്റിൽ സമ്മതിച്ചല്ലോ എല്ലാം എൻ്റെ പ്രശ്നമാണെന്ന്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.